വെലസ്ട്രോമ ചെടികളാണ് വന്നിരിക്കുന്നത്. വെള്ള കളറാണ്. അതാ ഇന്നലെ കൊണ്ടുവന്ന ഒരു ലോഡ് തീർന്നിരിക്കുകയാണ്. അതാണ്ട് ഇപ്പോൾ വന്ന ലോഡാണിത്. അതേപോലെ അതാണ്ട് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കുന്ന അതാണ്ട് പുതിയൊരു ചെടിയാണ്. തിരുവല്ലയിൽ ആദ്യമായിട്ട് വന്ന ഒരു വെറൈറ്റി ചെടിയാണ്. ഇത് കണ്ടോ, ഈ ചെടി എന്ന് പറയുന്നത് എങ്ങും ഇറങ്ങിയിട്ടില്ല. ഇത് കണ്ടോ, ഇത് തന്നെ ഭയങ്കര ചിലവാണ് ഈ ചെടി. നല്ല വിലപിടിപ്പുള്ള ചെടിയാണ്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാന്യമായിട്ടുള്ള വിലയ്ക്ക് ഞങ്ങൾ തരും. പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയിൽ നടക്കുന്ന പുഷ്പമേളയുടെ മനോഹരമായ കാഴ്ചകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ നിരവധി പേരാണ് ഈ ഒരു പുഷ്പമേളയിലേക്ക് എത്തുന്നത്. വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. എന്നാൽ അവിടുത്തെ കുറേ ചെടികൾ നമുക്കറിയാം, 1000-ൽ പരം വെറൈറ്റികളുടെ ഒരു വലിയൊരു ശേഖരമാണ് ചെടികൾ. നിരവധി ചെടികളാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി ചെടികളുടെ തീർന്നപ്പോൾ പുതിയ കുറേ ഐറ്റം കൂടി അവർ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. കാരണം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, നമ്മുടെ വീടുകളിൽ ചിലപ്പോൾ ഇല്ലാത്തതുമായ ഒട്ടനവധി ചെടികളെ സ്നേഹിക്കുന്നവർക്കും അതുപോലെ തന്നെ വീടുകൾ അലങ്കരിക്കുവാനൊക്കെ, ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾ ഈ പുതിയ ചെടികളുടെ അറിവുകൂടി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. നമ്മുടെ ചെടികളൊക്കെ ഹോൾസെയിൽ നമുക്ക് കിട്ടുന്ന മണ്ണുത്തിയിൽ നിന്നുള്ള ജനതാ ഗാർഡൻസ് ആണ് ഇവിടെ ഈ ഒരു ചെടികളുടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് നല്ല വിലക്കുറവിൽ തന്നെയാണ് ഇവിടെ ചെടികൾ അവർ നൽകുന്നത് എന്നാണ്. അപ്പോൾ അവരിൽ നിന്ന് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം. ഡാലിയുടെ ഒരു വൻ ശേഖരമാണ് തിരുവല്ലയിലേക്ക് നിങ്ങൾക്ക് വേണ്ടി ഇറക്കിയിരിക്കുകയാണ്. ഇഷ്ടാനുസരിച്ച് ഇതെല്ലാ ഡാലികളും വന്നിട്ടുണ്ട്. നോക്കും, നല്ല പുതിയ വെറൈറ്റി ഡാലികളാണ് വന്നിരിക്കുന്നത്. പല കളറുകളാണ് വന്നിരിക്കുന്നത്. ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് നോക്കി എടുക്കാം. പുതിയ ചെടികളാണ്. പിന്നെ അതേപോലെ ഏതാണ്ട് ഹൈഡ്രാഞ്ചി തന്നെ പല കളറാണ് വന്നിരിക്കുന്നത്. റെഡിൻ്റെ ഹൈഡ്രാഞ്ചി ഉണ്ട്, വയലറ്റ് ഉണ്ട്. അതേപോലെ ഏതാണ്ട് റോസ് ഐറ്റംസ്, നല്ല വെറൈറ്റി റോസ് ഐറ്റംസ് ആണ് വന്നിരിക്കുന്നത്. അതേപോലെ ബോൺസാറ്റുകൾ ചെടികൾ, പിന്നെ അതേപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ് ചെടികൾ. ഇങ്ങനെ ഇഷ്ടം അനുസരിച്ച് എല്ലാം പുതിയ ലോഡുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നലെ വന്ന സാധനങ്ങൾ മൊത്തം തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ വന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് എല്ലാ ചെടികളും എടുക്കാം. പിന്നെ റോസ് ഐറ്റംസ് ഇതാണ്ട് ഇപ്പോൾ വന്നതാണ്. മിനിച്ചർ ടൈപ്പ് റോസുകളാണ്. നല്ല വെറൈറ്റി ചെടികളാണ്. ഇന്ന് വന്ന ലോഡാണ്. ഇഷ്ടംപോലെ നമുക്കിതിവിടെ വലിയ ചിലവാണ് ഇവിടെ സാധനം. അതിനനുസരിച്ച് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യാനുസരിച്ച് ചെടികൾ വാങ്ങാം. ജമന്തികൾ, ചെടികൾ എല്ലാം നിങ്ങൾക്ക് തന്നെ. ചെമ്പരത്തി തന്നെ ഹൈബ്രിഡിൻ്റെ ആണ്. 12 കളറുണ്ട് ചെമ്പരത്തി. അത് തന്നെ നല്ല വെറൈറ്റിയാണ്. അത് ബോൺസായി ആയിട്ട് നമുക്ക് ചട്ടി വെക്കാം, തറയെ വെക്കാത്ത സാധനമാണ്. അതേപോലെ തന്നെ അഡീന ചെടികൾ പല കളറുണ്ട്. പല കളർ എന്ന് പറഞ്ഞാൽ മഞ്ഞ, ചുവപ്പ്. പിന്നെ അതാണ്ട് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കുന്ന ചെടിയാണിത്. ഇൻഡോറും ഔട്ട്ഡോറും ആണ്. റൂമിനുള്ളിൽ വെക്കാം. റൂമിനുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് വെക്കുക വേണ്ട, ഇൻഡോർ ആയിട്ട് തന്നെ ഇരിക്കും. പിന്നെ അതേപോലെ തന്നെ അരളിച്ചെടി, മിനിച്ചർ ടൈപ്പ് അരളി. ഇത് കണ്ടോ, ഇതെന്ന് പറയുന്ന നല്ല വെറൈറ്റി ആയിട്ട് ചട്ടിക്കകത്ത് നല്ല കൂമ്പാരം പോലെ പൂത്ത് വരും. ചട്ടി വെച്ചാൽ മതി. പിന്നെ അതേപോലെ തന്നെ ഡാലിയ നമ്മൾ പറഞ്ഞല്ലോ. പിന്നെ അതേപോലെ തന്നെ വെലസ്ട്രോമ തന്നെ വയലറ്റ്, അതിൻ്റെ തന്നെ ചെറിയ തൈകളുണ്ട്. വില കുറവാണ്. അത് വലിയ ചെടിക്ക് വില കൂടുതൽ. പക്ഷേ അതിൻ്റെ തന്നെ എല്ലാ വെറൈറ്റികളുണ്ട്. വില കുറഞ്ഞ ചെടികളല്ല. ഒരു തന്നെ നല്ല സീനിയർ ഐറ്റംസുകളുണ്ട്. പിന്നെ താണ്ടി ഇരിക്കുന്നതാണ് നല്ല പുതിയ ചെടികളാണ് വന്നിരിക്കുന്നത്. പിന്നെ താണ്ടി ഇതൊക്കെ നമുക്ക് ചട്ടിക്കകത്ത് വെച്ചാൽ നല്ല ഹൈബ്രിഡായിട്ട് താന്ന് കിടക്കും. പിന്നെ അതേപോലെ തന്നെ ബോംബെ തെറ്റി തന്നെ പല കളറാണ്. പിന്നെ മണി പ്ലാന്റ് പോലുള്ള പൂവുണ്ടാവുന്ന ചെടിയുണ്ട്. നമ്മളിങ്ങനെ പടർന്ന് പൂവുണ്ടായിട്ട് നിൽക്കുന്ന ചെടികളാണ്. പിന്നെ ഇതൊക്കെ ബോൺസായി ചട്ടിയാണ്. ഇതൊക്കെ നമുക്ക് ചെടിച്ചട്ടിക്കകത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ബോള് പോലെ നിൽക്കും. അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ചെടിച്ചട്ടിയിൽ. ഇത് ഓവറായിട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട. നമുക്കത് ഇൻഡോറും ഔട്ട്ഡോറും ആണ്. പിന്നെ ജമന്തി, ഇത് കണ്ടില്ലേ, ജമന്തി ഒരു 10-20 കളർ കണ്ടില്ലേ. നല്ല അടിപൊളി സാധനമാണ് ഇത്. നല്ല ചട്ടിക്കകത്ത് ഇത് പിടിക്കുന്നതാണ്. എന്തെന്ന് വെച്ചാൽ ഓർക്കിഡ് ജമന്തിയാണിത്. അതേപോലെ തന്നെ ഇതെൻ്റെ പിന്നെ കാശ്മീർ റോസാണ്. ഇത് മുള്ളില്ലാതെ ഇറുങ്കൽ പോലെ പൂവുണ്ടാകുന്ന ചെടികളാണിത്. ചട്ടിക്കകത്ത് ബോൺസായി ആയിട്ട് നിൽക്കും. പിന്നെ അതേപോലെ തന്നെ വലിയ റോസിൻ്റെ പ്ലാന്റ് റോസാണ്. ഇതെന്ന് വെച്ചാൽ ഒരു പൂന്ന് പറഞ്ഞ ഒരു മീഡിയം, ഒരു താമരപ്പൂവിൻ്റെ അത്രയും കാണും ഈ റോസ്. ഇതൊക്കെ ചെടിച്ചട്ടി വെക്കുന്നതാണ്. നമുക്ക് തറയെ നടണ്ട. പിന്നെ സൂര്യപ്രകാശം വേണം. പിന്നെ അതേപോലെ തന്നെ പിന്നെ മിനിച്ചർ റോസാണിത്. ഇതെന്ന് പറഞ്ഞാൽ മുള്ളില്ലാതെ കൊലയായിട്ട് പൂവുണ്ടാവും. എന്ന് വെച്ചാൽ ചട്ടിക്കകത്ത് നല്ല ബോൾ പോലെ വരും. പിന്നെ അതിൻ്റെ തന്നെ കവറിലെ റോസ് ഉണ്ട്, വലിയ പൂവിൻ്റെ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ചട്ടിയിലോ തറയിലോ ഒക്കെ നടാം. പിന്നെ അതേപോലെ കന്മതം എന്ന് പറയുന്ന ഒരു ചെടിയാണത്. ചെടിച്ചട്ടിക്കകത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ബോൾ പോലെ വരും. പിന്നെ അതേപോലെ ഹൈബ്രിഡിൻ്റെ ചെമ്പരത്തി, അരളി, പിന്നെ കിലോ പേരയുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇൻഡോർ പ്ലാന്റുകൾ വെറൈറ്റികൾ വന്നിട്ടുണ്ട്. പിന്നെ ഡാലി ഐറ്റംസ്. പിന്നെ ഇതേപോലെ തന്നെ ഇതൊക്കെ കണ്ടില്ലേ, നല്ല വെറൈറ്റി ചെടികളാണ് ഇരിക്കുന്നത്. ഇന്നലെ വന്ന ലോഡുകളാണ് ഇരിക്കുന്നത്. പിന്നെ അങ്ങോട്ട് ഇത് കണ്ടില്ലേ. പിന്നെ നമുക്ക് ഫ്രൂട്ട്സ് ഐറ്റംസ് ഒരുപാട് വെറൈറ്റികളുണ്ട്. അവിടെ വന്നിട്ടുണ്ട്. അത് നമുക്ക് പരിചയപ്പെടുത്താം. മലേഷ്യൻ കുള്ളത്തൈയാണിത്. 2.5 കൊല്ലം കൊണ്ട് കായ്ക്കുന്ന മലേഷ്യ തൈയാണിത്. പിന്നെ 2.5 കൊല്ലം. പിന്നെ മലേഷ്യൻ കുള്ളനുണ്ട്. പിന്നെ അതേപോലെ ആയുറിയാക്ക് പ്ലാവുണ്ട്. ഇത് കണ്ടില്ലേ, ആയുറിയാക്കിൻ്റെ പ്ലാവ് എന്ന് പറയുന്നത് ഇത് 6 മാസം കൊണ്ട് കായ്ക്കും. ഇത് ബെഡിങ്ങിൻ്റെയാണിത്. ഇതൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് മുറ്റത്ത് വേണമെങ്കിലും വെക്കാം. ഇത് ഓവറായിട്ട് വളരത്തില്ല. അതേപോലെ തന്നെ ഓറഞ്ച്, മിനി ഓറഞ്ച്, ഇത് കണ്ടോ കായ്ച്ച് കിടക്കുന്നുണ്ടോ. ഇഷ്ടംപോലെ കായ ഉണ്ടാവും. ഇത് നമ്മളിത് പിന്നെ ചെടിച്ചട്ടി വേണമെങ്കിലും നമ്മുടെ പെരയുടെ മണ്ടയ്ക്ക് വേണമെങ്കിലും വെച്ച് ഇത് ബോൾ പോലെ വരും. നല്ല വെറൈറ്റിയാണ്. പിന്നെ അതേപോലെ തന്നെ ഓൾ സീസൺ മാവാണ് ഇരിക്കുന്നത്. മാവെന്ന് പറയുന്നത് ഇത് കണ്ടോ, എപ്പോഴേ പൂത്ത് നിൽക്കുവാണിത്.
ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ചെടിച്ചട്ടി വേണമെങ്കിലും വെക്കാം. എന്നിട്ട് 6 മാസം കൊണ്ട് കായ്ക്കും. ഇതെല്ലാം താട്ട കായ്ച്ചിരിക്കുന്നുണ്ടല്ലേ. പിന്നെ ഇത് തന്നെ ചുമപ്പ് പിലാവാണിത്, ചുമന്ന ചക്കയുടെ കണ്ട ബഡ്ഡിങ്ങിൻ്റെ ആണ്, ബഡ് ചെയ്തെടുത്ത സാധനമാണ്. ഇതും 6 മാസം കൊണ്ട് കായ്ക്കും. ഓവറായിട്ട് ഒപ്പമൊന്നും വരത്തില്ല. പിന്നെ അതേപോലെ തന്നെ ചീമപ്പിലാവുണ്ട്. ചീമപ്പിലാവ് എന്ന് പറയുന്ന 2.5 കൊല്ലം കൊണ്ട് കായ്ക്കുന്ന ചീമപ്പിലാവുണ്ട്. പിന്നെ അതേപോലെ തന്നെ മാംഗുസ്റ്റീൻ ഉണ്ട്. മാംഗുസ്റ്റീൻ എന്ന് പറയുന്നത് ബഡ്ഡിങ്ങിൻ്റെ ആണ്. മാംഗുസ്റ്റീൻ കണ്ടല്ലേ, വലിയ പൊക്കമൊന്നും വരത്തില്ല. പിന്നെ ജാതിയുണ്ട്, ബഡ്ഡിജാതി ഇരിപ്പുണ്ട്. ബഡ്ഡിജാതി ഇതെന്ന് പറയുന്ന ജോഡി വെക്കേണ്ട, ഒരെണ്ണം നട്ടാൽ മതി. പിന്നെ അതേപോലെ റംബുട്ടാന് ബഡ്ഡിങ്ങിൻ്റെ ആണിത്. ഇതുണ്ടോ, ഇപ്പൊ തന്നെ ഇത് കായ്ക്കാറായത്. ഇത് കൊച്ചിലെ നമ്മുടെ മുറ്റത്ത് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിലെ കായ്ക്കും. പിന്നെ അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സ് ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇതുണ്ടല്ലേ, പിന്നെ ഞാവൽ എന്ന് പറയുന്നുണ്ട്. എന്താ റെഡ് കളർ ഞാവലാണിത്, ബഡ്ഡിങ്ങിൻ്റെ ആണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മുറ്റത്ത് വേണമെങ്കിൽ വെച്ചാൽ കുറ്റിയായിട്ട് നിൽക്കും. പിന്നെ ചെറുനാരകത്തിൻ്റെ തന്നെ ഉണ്ട്, ബഡ്ഡിങ്ങിൻ്റെ ചെറുനാരകം. പിന്നെ അതേപോലെ മുസമ്പിയുടെ ഉണ്ട്, മുസമ്പിയാണ് ഈ ഇരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇത് മാവ് ഇത് കണ്ടില്ലേ, ഇതൊരു 8-10 സൈസ് മാവുകളുണ്ട്. എന്താണ്ട് പിന്നെ കിലോ മാങ്ങയുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ പൊക്കം കുറഞ്ഞ് കായ്ക്കുന്നതാണ്. അല്ലെ ചുവട് വണ്ണിച്ച് ചുണ്ട് വളഞ്ഞ മാങ്ങയാണിത്, വലിയ മാങ്ങയുടെയാണ്. അങ്ങനെ ഒരുപാട് വെറൈറ്റി മാവുകളുണ്ട്. പിന്നെ ഇനി വരാൻ കിടക്കുകയാണ് സാധനം. പിന്നെ അമ്പഴം, മധുര അമ്പഴം വേണ്ട പൂത്തിരിക്കുകയാണ്, മധുര അമ്പഴം. പിന്നെ അതേപോലെ തന്നെ സപ്പോട്ടയ്ക്ക, ബഡ്ഡിങ്ങിൻ്റെ സപ്പോട്ടയാണ്. പിന്നെ അങ്ങനെ അതാണ്ട് കുടംപുളി ഉണ്ട്, ബഡ്ഡിങ്ങിൻ്റെ കുടംപുളി. പിന്നെ അതാണ്ട് ആപ്പിൾ ചാമ്പ, പിന്നെ ചാമ്പ തന്നെ 5-6 സൈസ് ഉണ്ട്, കിലോ കണക്കിന്. പിന്നെ മുന്തിരി ഇരിപ്പുണ്ട്. അങ്ങനെ അതാണ്ട് റംബുട്ടാൻ്റെ ചെറിയ മൂടുണ്ട്, ബഡ്ഡിങ്ങിൻ്റെ. അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഇതുകൊണ്ട് ഓരോ സാധനങ്ങൾ തീർന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത ലോഡ് വരും. പിന്നെ അതാണ്ട് വലിയ പേരക്കയുടെ അതാണ്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ്, കിലോ പേര. പിന്നെ അതാണ്ട് പേര, അതാണ്ട് ഇതൊരു വെറൈറ്റി പേരയാണ്. ഇതുണ്ടോ, ഈ പേരയ്ക്ക എന്ന് പറഞ്ഞാൽ ഒരു പേരെ തന്നെ 2 കളർ പേരയ്ക്ക പിടിക്കും. ഇത് കണ്ടോ, ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് മുറ്റത്ത് ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലത്. ഒരു 1/2 കിലോ ആണ് ഇതിൻ്റെ പേരയ്ക്ക. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ട്, ഇനി വരാൻ കിടക്കുകയാണ്. പിന്നെ അതാണ്ട് ഇത് റെഡ് ചാമ്പയാണിത്, റെഡ് കളർ ചാമ്പയ്ക്കാണിത്. ഇത് അങ്ങനെ ഒരുപാട് വെറൈറ്റികളുണ്ട്, കിലോ പേരയുണ്ട്. ഇനി വരാൻ കിടക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം, എല്ലാ സാധനങ്ങളും നമുക്ക് ധൈര്യമായിട്ട് മേടിക്കാം.